ചോദ്യത്തിന് മറുപടി പറയുന്നത് സഹോദരി PV റഹ്മാദിയാണ്. ചോദ്യം: സ്ത്രീകൾ കുടുംബം നോക്കി നടത്തേണ്ടവരാണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. എന്നാൽ ജമാഅത്ത് മുജാഹിദ് സംഘടനകൾ അവരെ പൊതുപ്രവർത്തനത്തിന് ഉപയോഗിക്കുന്നു. ഇസ്ലാമികമായി എന്ത് തെളിവാണ് ഇതിനുള്ളത്? മറുപടി പറയുന്നത് ജമാഅത്തെ ഇസ്ലാമി ഷൂറ അംഗം സഹോദരി PV റഹ്മാദി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. സ്നേഹമുള്ള വേദിയിലും സദസ്സിലുമുള്ള സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിശ്വാസികൾ ജീവിക്കുന്നതും പ്രവർത്തിക്കുന്നതും സ്ത്രീയാവട്ടെ പുരുഷനാവട്ടെ അല്ലാഹുവിൻ്റെ ഖുർആനിലൂടെയുള്ള കൽപ്പനകളും പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുചര്യയും അതിലുപരി ഈ വിശ്വാസ സംഹിതയുടെ സംസ്ഥാപനത്തിന് വേണ്ടി പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയിട്ടുള്ള വസിയ്യത്തും അംഗീകരിച്ചുകൊണ്ടാണ്, അനുസരിച്ചുകൊണ്ടാണ് എന്ന് നമുക്കറിയാം. മനുഷ്യ തലമുറയുടെ നിലനിൽപ്പിനായി അല്ലാഹു സുബ്ഹാനഹു വ തആല പുരുഷനെയും സ്ത്രീയെയും വ്യത്യസ്ത പ്രകൃതത്തിലൂടെ അവരുടെ ആകൃതിയിലും ആകാരത്തിലും സ്വഭാവ മഹിമകളിലുമൊക്കെ ഏറെ വ്യത്യാസങ്ങൾ നൽകിക്കൊണ്ട് തന്നെ സൃഷ്ടിക്കുകയും അവരുടെ ചുമതലകൾ ഏൽപ്പിക്കുകയും അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ വേഷവിധാനങ്ങളിലടക്കം സ്വഭാവചര്യകളിലടക്കം നൽകിക്കൊണ്ട് നമുക്ക് വേണ്ട നിർദ്ദേശങ്ങൾ തരികയും ചെയ്യുമ്പോൾ ഏറ്റവും പരമലക്ഷ്യം എന്ന് നമ്മൾ കാണുന്ന അല്ലാഹു എന്തിനാണോ മനുഷ്യരെ ഭൂമിയിലേക്ക് സൃഷ്ടിച്ചത്, ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, ഏറ്റവും നല്ല കർമ്മം ചെയ്യുന്നത് ആര് എന്ന് പരീക്ഷിക്കാനാണ് എന്ന് പറഞ്ഞ വശം വെച്ചുകൊണ്ട് നമ്മൾ വിശുദ്ധ ഖുർആനിലൂടെ നീങ്ങുമ്പോൾ ഈ ഒരു ലക്ഷ്യം സാക്ഷാത്കരിച്ചെടുക്കുന്നതിൽ സൃഷ്ടാവായ നാഥൻ പുരുഷനെയും സ്ത്രീയെയും ഒരുപോലെ പറഞ്ഞത് വിശുദ്ധ ഖുർആന്റെ വിവിധ വശങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. കുടുംബത്തെ നല്ല നിലയിൽ കൊണ്ടുപോകുന്നതിലും പുരുഷനും സ്ത്രീക്കും പങ്കുണ്ട്. പുരുഷൻ പൊതുപ്രവർത്തനത്തിന്, പുരുഷൻ മറ്റധ്വാനത്തിന് വേണ്ടി പോകുന്നതോടൊപ്പം തന്നെ കുടുംബത്തിന്റെ കാര്യം പുരുഷൻ പുരുഷ പ്രകൃതം വെച്ചുകൊണ്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. സ്ത്രീയുടെ മാതാവിന്റെ സ്നേഹ ദയയോട് കൂടിയിട്ടുള്ള, കാരുണ്യത്തോട് കൂടിയിട്ടുള്ള ആ വികാരം വെച്ചുകൊണ്ട് നൊന്ത് പ്രസവിക്കുന്നവരും മുലയൂട്ടി വളർത്തുന്നവരും കുറെ കാലം മക്കളെ കൊണ്ടു നടക്കുന്നവരും എന്നതിൽ സ്ത്രീക്ക് പ്രത്യേകമായി കുടുംബത്തെ പരിപാലിക്കുന്നതിലും ഇസ്ലാം വേണ്ട നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നു. ഈ ബാധ്യതകൾ നിർവഹിക്കണമെങ്കിൽ കൂടി സ്വന്തം കുടുംബത്തെയും സ്വന്തം അയൽ പ്രദേശങ്ങളെയും അയൽവാസികളെയും അടക്കം ഇസ്ലാം എന്തിനാണോ എന്നെ കൽപ്പിച്ചിരിക്കുന്നത് ആ രൂപത്തിൽ നമ്മുടെ കുടുംബത്തെ വളർത്തണമെങ്കിൽ കൂടി സ്ത്രീ എന്താണ് ചെയ്യേണ്ടത് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ അവരുടെ പ്രിയപ്പെട്ട പത്നിമാർക്കും മക്കൾക്കും സഹോദരിമാർക്കും അത് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്നതാണ്. ഖുർആൻ പഠിച്ചുകൊണ്ട് തിരുസുന്നത്ത് മനസ്സിലാക്കിക്കൊണ്ട് പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസിയ്യത്ത് ഏറ്റെടുത്തുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി അതിന്റെ പ്രവർത്തനത്തിന്റെ ആദ്യഘട്ടം മുതൽ തന്നെ സ്ത്രീകളെ അവരുടെ പരിധിയിൽ നിന്നുകൊണ്ട്, പുരുഷന്മാരെയും അവരുടെ പരിധിയിൽ നിന്നുകൊണ്ട് അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി പ്രവർത്തിക്കുവാൻ, മനുഷ്യ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ
പഠിപ്പിച്ചിട്ടുള്ളത്, അതിനു വേണ്ട മാർഗങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കറിയാം. അല്ലാഹു വിശുദ്ധ ഖുർആനിൽ നമ്മളെ പഠിപ്പിച്ചു. സൂറത്തുൻ നഹ്ലില് നമുക്ക് കാണാൻ പറ്റും 97-ാമത്തെ ആയത്തില്, മൻ അമില സ്വാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസ വഹുവ മുഅ്മിൻ. വിശ്വാസികളായിക്കൊണ്ട് സ്ത്രീയാവട്ടെ പുരുഷനാവട്ടെ അവർ സൽക്കർമ്മങ്ങൾ ചെയ്താൽ ഫൽനുഹ്യിയന്നഹു ഹയാതൻ ത്വയ്യിബ, അവർക്ക് നാം നല്ല ജീവിതം നാം അവർക്ക് നൽകും. വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ, അവർ പ്രവർത്തിക്കുന്നതിന് ഏറ്റവും നല്ല പ്രതിഫലം അവർക്ക് നാം നൽകുകയും ചെയ്യും. വീണ്ടും അല്ലാഹു പറയുന്നു സൂറത്തുൻ നിസായിൽ നമുക്ക് കാണാൻ പറ്റും 124-ാമത്തെ ആയത്തിൽ, വമൻ യഅമൽ മിനസ് സ്വാലിഹാത്തി മിൻ ദക്കരിൻ ഔ ഉൻസ, സ്ത്രീയാവട്ടെ പുരുഷനാവട്ടെ വഹുവ മുഅ്മിൻ, അവർ വിശ്വാസികളായിക്കൊണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്താൽ ഫഉലൈക യദ്ഖുലൂനൽ ജന്ന വലാ യുദ്ലമുന നഖീറ, അവരെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കും. അവർക്ക് യാതൊരു തരത്തിലുള്ള അക്രമവും അനീതിയും അവരുടെ മേൽ അള്ളാഹു കാണിക്കുകയില്ല. വീണ്ടും അള്ളാഹു പറയുന്നു, ഓഫറിൽ നമുക്ക് കാണാൻ സാധിക്കും, വമൻ അമില സ്വാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസ വഹുവ മുഅ്മിനുൻ ഫഉലൈക യദ്ഖുലൂനൽ ജന്ന യുർസഖൂന ഫീഹാ ബിഗൈരി ഹിസാബ്. അർത്ഥം പറയാതെ തന്നെ നമുക്കറിയാം. ഇതിലൊക്കെ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നത് സ്ത്രീയെയും പുരുഷനെയും ഒരുപോലെയാണ്. അവർ വിശ്വാസം സ്വീകരിച്ചുകൊണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്താൽ അള്ളാഹുവിന്റെ അടുക്കലുള്ള പരിഗണന, ഈ ജീവിതത്തിലും അവർക്ക് ഗുണം ലഭിക്കുക, ആ അർത്ഥത്തിൽ അവർ പ്രവർത്തിക്കുമ്പോഴാണ് എന്ന് നമ്മെ പഠിപ്പിക്കുന്നു. വിശ്വാസികളും വിശ്വാസിനികളും പരസ്പരം സഹായികളും സഹകാരികളുമായിട്ട് മുന്നോട്ട് പോകണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിച്ച വശത്തും നമുക്ക് കാണാൻ സാധിക്കും. സൂറത്ത് തൗബയിൽ അല്ലാഹു നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, അൽ മുഅ്മിനൂന വൽ മുഅ്മിനാത്ത് ബഅ്ദുഹും ഔലിയാഉ ബഅദ് യഅ്മുറൂന ബിൽ മഅറൂഫ്, നന്മ കൽപ്പിക്കുന്ന കാര്യത്തിൽ, വയൻഹൗന അനിൽ മുൻകർ, തിന്മ തടയുന്ന കാര്യത്തിൽ അവർ പരസ്പരം സഹായിച്ചും സഹകരിച്ചും കൊണ്ട് അവർ മുന്നോട്ട് പോകണം. വയുഖീമുന സ്വലാത്ത വയുത്തൂന സക്കാത്ത വയുതീഊന അല്ലാഹ വറസൂല ഉലൈക സയർഹമുഹുമുല്ലാഹ്. നമസ്കാരത്തെക്കുറിച്ച് പറഞ്ഞതുപോലെ, സക്കാത്തിനെ കുറിച്ച് പറഞ്ഞതുപോലെ, അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞതുപോലെ, അതിന്റെ കൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിച്ചു, നന്മ കൽപ്പിക്കുന്നതിലും തിന്മ തടയുന്നതിലും സ്ത്രീയും പുരുഷനും പരസ്പരം സഹകരിച്ചുകൊണ്ട് സഹായിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. അള്ളാഹുവിന്റെ ഈ ആജ്ഞ അനുസരിച്ചുകൊണ്ടാണ്, ഏറ്റെടുത്തുകൊണ്ടാണ്, അത് നിർവഹിക്കേണ്ടവരാണ് ഈ ഭൂലോകത്ത് ഉമ്മത്തുൻ ഖൈറു ഉമ്മ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശേഷിപ്പിച്ച മുസ്ലിം സമൂഹത്തിന്റെ ബാധ്യത എന്ന് മനസ്സിലാക്കിയ മഹത്തായ പ്രസ്ഥാനം ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമി. ഈ പ്രവർത്തന മേഖലയിൽ സ്ത്രീകളെയും അതിന്റെ പ്രവർത്തകരോടൊപ്പം എല്ലാ പ്രവർത്തനങ്ങളോടുമൊപ്പം ഇത്തരത്തിലുള്ള സംസാരമടക്കം മനസ്സിലാവുന്ന തരത്തിൽ ആനുകാലിക വിഷയങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ അതുവരെ മനസ്സിലാക്കാൻ പ്രാപ്തരാക്കുന്ന തരത്തിൽ എന്റെ മുമ്പിലിരിക്കുന്ന ഈ സഹോദരിമാരെ വരെ വാർത്തെടുക്കുന്നതിൽ ജമാഅത്തെ ഇസ്ലാമി അതിന്റെ പ്രവർത്തനം കാഴ്ചവെച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കണം. പോരാ, പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ആലോചിച്ച് നോക്കണം. ഹജ്ജത്തുൽ വദാഇന്റെ സമയത്ത് 1,20,000-ത്തിലധികം വിശ്വാസികളുടെ മുമ്പിൽ നിന്നുകൊണ്ട് പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് പ്രഖ്യാപിച്ചല്ലോ, ഞാൻ എന്റെ ഡ്യൂട്ടി നിർവഹിച്ചിട്ടില്ലേ പ്രിയമുള്ളവരെ? അലാ ഹൽ ബല്ലഗ്തു, ഉടനെ ബലായ റസൂലല്ലാഹ് എന്ന ആ ജനലക്ഷങ്ങൾ അവിടെ നിന്ന് പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആശ്വാസം നൽകിക്കൊണ്ട് പറഞ്ഞ സമയത്ത് ഉടനെ പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, പടച്ചവനെ നീയാണിതിന് സാക്ഷി, അല്ലാഹുമ്മ അശ്ഹദ് അല്ലാഹുമ്മ അശ്ഹദ് അല്ലാഹുമ്മ അശ്ഹദ് എന്ന് പറഞ്ഞ് സ്വയം രക്ഷപ്പെട്ട സമയത്ത് ആ ജനലക്ഷങ്ങളോട്, സ്ത്രീകളും പുരുഷന്മാരും അടങ്ങുന്ന ആ ജനലക്ഷങ്ങളോട് പറഞ്ഞു, ഹൽ യുബല്ലിഗു ഷാഹിദുൽ ഗായിബ, ഇവിടെ ഹാജറുള്ളവർ, ഈ സത്യം ഇവിടെ ഹാജറില്ലാത്തവർക്ക്, തലമുറയായി കടന്നു വരുന്ന ലോകാവസാനം വരെയുള്ള മനുഷ്യർക്ക് എത്തിച്ചു കൊടുക്കട്ടെ എന്ന പ്രവാചകൻ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റബീഉൽ അവ്വൽ 12 ഏറെയേറെ ഈ സമയത്ത് പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മുടെ പൊതുസമൂഹം ഓർത്തുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഈ വസിയ്യത്ത് മറന്നുകൊണ്ടാണോ നമ്മൾ മുന്നോട്ട് പോവേണ്ടത് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കണം. പക്ഷെ എല്ലായിടത്തും പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ കൽപ്പന വെച്ചുകൊണ്ട് തന്നെ
നമ്മുടെ ജീവിതത്തിൽ ആണാവട്ടെ പെണ്ണാവട്ടെ നമ്മൾ പാലിക്കേണ്ട മര്യാദകൾ പഠിപ്പിച്ചു തന്നു. ആ മര്യാദകൾ നമുക്ക് പാലിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പ്രവർത്തനം എന്നല്ല, പള്ളിയിൽ പോലും പോകുന്നത് അത് വിലക്കിക്കൊണ്ടുള്ള ആജ്ഞകളും വന്ന് നമുക്ക് കാണാൻ സാധിക്കും. പൊതുസമൂഹം ഈ അർത്ഥത്തിൽ നമ്മളോട് പുരുഷന്മാരോടും പറഞ്ഞു, യൗല്ലൂ മിൻ അബ്സ്വാരിഹിം വയഹ്ഫളൂ ഫുറൂജഹും ദാലിക അസ്കാ ലഹും. പുരുഷന്മാരോട് പറഞ്ഞു അവർ അവരുടെ ദൃഷ്ടികൾ താഴ്ത്തട്ടെ. പൊതുപ്രവർത്തനത്തിൽ സ്ത്രീകളും പുരുഷന്മാരും ഉള്ളിടത്തല്ലേ പുരുഷന്മാരോട് ഈ അർത്ഥത്തിൽ നിങ്ങൾ ഇത്തരത്തിൽ സ്ത്രീകളെ കാണുന്ന സമയത്തും ഇത്തരത്തിൽ ഇടപഴകേണ്ടി വരുന്ന സന്ദർഭത്തിലും നിങ്ങൾ സൂക്ഷിക്കേണ്ട രൂപത്തിൽ നിങ്ങളുടെ ദൃഷ്ടികളെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞത് നമ്മൾ ആലോചിക്കണം. അതേ സംഗതി സ്ത്രീകളോടും പറഞ്ഞു. സൂറത്തുൻ നൂറിൽ നമുക്കത് കാണാൻ സാധിക്കും. യഗ്ളുദ്ന മിൻ അബ്സ്വാരിഹിന്ന വയഹ്ഫളിന ഫുറൂജഹുന്ന. അവർ അവരുടെ ദൃഷ്ടികൾ, സ്ത്രീകളും ദൃഷ്ടികൾ സൂക്ഷിക്കട്ടെ, അവർ അവരുടെ ചാരിത്രം കാത്തു സൂക്ഷിക്കട്ടെ. പുരുഷന്മാരോടും പറഞ്ഞു അതേ സംഗതി. പക്ഷെ സ്ത്രീയുടെ പ്രകൃതം വെച്ചിട്ട് അവരുടെ വസ്ത്രവുമായി ബന്ധപ്പെട്ട ചില വശങ്ങൾ അവിടെ പറഞ്ഞു. അത് മറ്റൊരു ചോദ്യം വരുന്നത് കൊണ്ട് ആ സമയത്ത് ഞാൻ അത് വിശദീകരിക്കും. ഈ അർത്ഥത്തിൽ മാനമര്യാദകൾ പാലിച്ചുകൊണ്ട് അള്ളാഹു നമ്മെ ഏൽപ്പിച്ച ദൗത്യം വളരെ ഭംഗിയായി കുടുംബത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്തങ്ങളും പുരുഷന്മാർ വീട്ടിലില്ലാതിരിക്കെ അൽ മർഅത്തു റായിയത്തുൻ ഫീ ബൈതി സൗജിഹാ വമാലിഹി എന്ന് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സുന്നത്തിനെ ഏറ്റെടുത്തുകൊണ്ട് എങ്ങനെയാണോ ഞാൻ പഠിക്കുന്ന ഖുർആൻ സ്റ്റഡിയിലൂടെ, തംഹീദുൽ മർഇയിലൂടെ, ഹൽക്ക ക്ലാസുകളിലൂടെ, വാരാന്ത യോഗങ്ങളിലൂടെ കിട്ടുന്ന ഖുർആനിന്റെയും സുന്നത്തിന്റെയും ഫിഖ്ഹി പ്രശ്നങ്ങളും ഒക്കെ തന്നെ കർമ്മശാസ്ത്രവും ഒക്കെ ഞാൻ പഠിച്ച് എന്റെ ഇണക്ക് കൈമാറി, എന്റെ പൊന്നു മക്കൾക്ക് കൈമാറി, എന്റെ അയൽവാസികൾക്ക് കൂടി കൈമാറി ഈ സമൂഹത്തെ ഏറ്റവും ഉത്തമമായ മനുഷ്യ സമൂഹമായി വാർത്തെടുക്കാൻ എനിക്ക് എന്ത് കഴിയും, ആ കഴിയുന്നത് ഞാൻ ചെയ്യും എന്ന ആ മനസ്സോട് കൂടിയിട്ടാണ് അൽഹംദുലില്ലാ ജമാഅത്തെ ഇസ്ലാമി ഈ അർത്ഥത്തിൽ തുടക്കം മുതൽ ഈ സമയം വരെ ഈ പ്രസ്ഥാനത്തിന്റെ ഭാഗവാക്കായി സ്ത്രീകളെ വളർത്തിയെടുത്തത്. അതിന്റെ ഭാഗമായി വളരെ നേട്ടം നമുക്ക് ഇതിൽ കാണാൻ സാധിക്കുന്നു. റബ്ബ് സുബ്ഹാനഹു വ തആല ഈ അർത്ഥത്തിൽ ഉൾക്കൊള്ളുവാനുള്ള മനസ്സ് നമ്മുടെ മുസ്ലിം സമൂഹത്തിന് നൽകട്ടെ. ആ അർത്ഥത്തിൽ അതിനെ നെഞ്ചേറ്റിക്കൊണ്ട് ഒരിക്കലും കുടുംബത്തിന്റെ താളപ്പിഴയിലേക്കല്ല എന്റെ പ്രവർത്തനം പോവേണ്ടത്. ഏറ്റവും ഭദ്രതയുള്ള, ഖുർആൻ പറഞ്ഞ രൂപത്തിലുള്ള, അള്ളാഹ്ക്ക് തൃപ്തിപ്പെട്ട കുടുംബമായി എന്റെ പ്രവർത്തനത്തിലൂടെ എന്റെ കുടുംബത്തെ ഞാൻ വാർത്തെടുക്കും എന്ന മനസ്സോടെ നമ്മുടെ സ്ത്രീകളെ പഠിപ്പിക്കുവാനും അവർക്കിതിനെ ഖുർആൻ പഠിക്കുവാനും ഇസ്ലാം പഠിക്കുവാനും അതിനനുസരിച്ച് പ്രവർത്തിക്കുവാനും ജീവിക്കുവാനും അവസരമുണ്ടാക്കി കൊടുക്കുവാൻ എന്റെ സഹോദരന്മാരും നമ്മുടെ പൊതുസമൂഹത്തിനും നമ്മുടെ മതപണ്ഡിതന്മാർക്കും സാധ്യമാവട്ടെ എന്നും ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും.